എന്തുകൊണ്ടാണ് നാച്ചുറോപ്പതി ഫോളോ ചെയ്യേണ്ടത് മറ്റ് മെഡിസിനൽ സിസ്റ്റത്തിനേക്കാളും? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓക്കെ, ഞാനത് ജസ്റ്റ് ഉദാഹരണം പറയാം. എനിക്കിപ്പം ഹോസ്പിറ്റലിൽ ഒരു IBS പേഷ്യൻ്റ് ഉണ്ട്. ഓക്കെ, ഏകദേശം 10-25 വർഷമായിട്ട് IBS കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തി. ഓക്കെ, പുള്ളി മിക്കവാറും എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിനും ഉപയോഗിച്ച് മടുത്ത് കഴിഞ്ഞിട്ടാണ് അവസാനം നമ്മളുടെ അടുത്തേക്ക് വന്നേക്കുന്നത്. ഓക്കെ, അന്നേരം നമ്മൾ ഈ പേഷ്യൻറ്റിനെ നമ്മൾ തറവായിട്ട് അസസ് ചെയ്യും. അതായത് അവരുടെ സിംറ്റംസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് അസസ് ചെയ്യും. അവരുടെ ചില ബയോമാർക്കേഴ്സ് പിന്നെ എന്താ പറയുക ചെക്ക് ചെയ്യും. എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു പേഷ്യൻ്റ് ഈ ഒരു സിംറ്റംസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളത്. അന്നേരം അവരുടെ ഈ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗട്ട് ബാക്ടീരിയാസ് ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഹെവി ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് യൂസേജ് ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഏതായാലും ഇപ്പം ഫാസ്റ്റ് ഫോർവേഡ് ഇപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പേഷ്യൻറ്റിൻ്റെ IBS സിംറ്റംസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി. അതുപോലെ തന്നെ അങ്ങേർക്ക് സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇപ്പം കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. സോ ഞാനിത് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നാച്ചുറോപ്പതി എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് വേണം. ഓക്കെ, മറ്റുള്ള സിസ്റ്റം ഓഫ് മെഡിസിനിൽ കമ്പാരിറ്റീവ്ലി പേഷ്യൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എഫേർട്ട് വേണ്ട. അതായത് നമ്മൾ പോയിട്ട് ഔട്ട്സോഴ്സ് ചെയ്യുക. ഓക്കെ ഡോക്ടർ എനിക്ക് മരുന്ന് എഴുതിക്കോ, ഞാൻ അത് കഴിച്ചോളാം, ദാറ്റ്സ് ഓൾ. പക്ഷേ നാച്ചുറോപ്പതിനെ സംബന്ധിച്ചിടത്തോളം ഒരു 70% പേഷ്യൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു എഡ്യൂക്കേറ്ററാണ്, അല്ലാതെ എന്താ പറയുക നമ്മളൊരു പ്രിസ്ക്രൈബർ മാത്രമല്ല. അന്നേരം അതുകൊണ്ട് തന്നെ എന്താ പറയുക അവരാ ഒരു ഹാബിറ്റ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ട് അവർക്ക് സസ്റ്റൈനബിളായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹീ ഹാഡ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. അതായത് നമ്മൾ ഓരോ പേഷ്യൻസിനോടും വരുന്നവരോട് പറയുന്നതാണ്, നിങ്ങൾക്ക് മെഡിസിൻ എടുത്തിട്ടാണ് കംഫർട്ടബിൾ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആ രീതിയിൽ പോയിക്കോളൂ. ഓക്കെ, നാച്ചുറോപ്പതി ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾ തന്നെ ഇമ്പ്രൂവ് ചെയ്യേണ്ട രീതിയിലുള്ള എഡ്യൂക്കേഷണൽ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. സോ ഇഫ് യു വാണ്ട് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വരും. എന്നാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസാണ് ഉള്ളത്. മെഡിസിൻ എടുത്ത് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യണോ, അതോ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണോ. സോ ഈ 2 ഓപ്ഷൻ നമ്മൾ പേഷ്യൻസിന് കൊടുക്കും. സ്വന്തം കയ്യിൽ ഹെൽത്ത് വേണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർ നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റിന് വരും. അല്ലാത്തവർ എന്താ പറയുക അവരുടെ ഹെൽത്ത് ഔട്ട്സോഴ്സ് ചെയ്യും. സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ.